എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അടുത്ത വിഭവം ചക്കപ്പുട്ട്. അപ്പോൾ ഇത് ചക്കപ്പഴം നല്ല തേൻ വരിക്ക് ചക്കപ്പഴം ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും തേങ്ങയും പിന്നെ അരിപ്പൊടി ഞാൻ ജീരകവും തേങ്ങയും ഉപ്പും ഇട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന ഇത്. ഇനി നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇടാം, പിന്നെ കുറച്ച് ചക്ക ഇടണം, പിന്നെ നമുക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പുറമേ നമുക്ക് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ചക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് കുക്കറിൻ്റെ പൊക്കത്തിലോട്ട് വെക്കാം. ഹലോ, അപ്പോൾ ഇതാ പുട്ട് റെഡി ആയിട്ടുണ്ട്, ആവി പറക്കുന്നു. ഇനി ഇത് വാങ്ങട്ടെ. ഇതാ അടിപൊളി ചക്കപ്പഴം പുട്ട് റെഡി. ചക്കപ്പുട്ട് അത് കമത്തിയിടാം. അപ്പോൾ ഇതാ ഒന്ന് ചക്കപ്പുട്ടും മറ്റേത് പ്ലെയിൻ പുട്ടും. അപ്പം ഇനി ഞങ്ങൾ ബാക്കിയെല്ലാം ഉണ്ടാക്കി കഴിക്കട്ടെ. നിങ്ങളെല്ലാം ഇതുവരെ ചക്കപ്പുട്ട് തിന്നാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനിത് ഓൾറെഡി ടേസ്റ്റ് ചെയ്തതാണ്, വേറെ ഒരെണ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചക്കയുടെ പല പല വിഭവങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ബൈ ബൈ. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അടുത്ത വിഭവം ചക്കപ്പുട്ട്. അപ്പോൾ ഇത് ചക്കപ്പഴം നല്ല തേൻ വരിക്ക് ചക്കപ്പഴം ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും തേങ്ങയും പിന്നെ അരിപ്പൊടി ഞാൻ ജീരകവും തേങ്ങയും ഉപ്പും ഇട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന ഇത്. ഇനി നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇടാം, പിന്നെ കുറച്ച് ചക്ക ഇടണം, പിന്നെ നമുക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പുറമേ നമുക്ക് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ചക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് കുക്കറിൻ്റെ പൊക്കത്തിലോട്ട് വെക്കാം. ഹലോ, അപ്പോൾ ഇതാ പുട്ട് റെഡി ആയിട്ടുണ്ട്, ആവി പറക്കുന്നു. ഇനി ഇത് വാങ്ങട്ടെ. ഇതാ അടിപൊളി ചക്കപ്പഴം പുട്ട് റെഡി. ചക്കപ്പുട്ട് അത് കമത്തിയിടാം.